രാജ്യത്തിന്റെയും പൗരന്മാരുടെയും താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് വയലാർ സ്മൃതി കാവ്യസന്ധ്യ സുഹാറിൽ സമാപിച്ചു. യുഎഇയിൽ സ്കൂൾ കെട്ടിടത്തിന് മുന്നിൽ വാഹന സ്റ്റാൻഡ്, ഡ്രൈവർ അറസ്റ്റിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. രാജ്യത്തിന്റെയും പൗരന്മാരുടെയും താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് വ്യക്തമാക്കി. ദേശീയ താൽപര്യങ്ങളുടെ സംരക്ഷണവും പൗരസേവനവും ലക്ഷ്യമിട്ട് നടക്കുന്ന ഭരണതന്ത്ര പ്രവർത്തനങ്ങൾക്ക് ഷൂറ കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾ നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. അൽ ബറക്ക കൊട്ടാരത്തിൽ മജ്ലിസ് ഷൂറ അധ്യക്ഷനും അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സുൽത്താന്റെ പ്രസ്താവന. ഷൂറ കൗൺസിൽ കൈവരിച്ച പുരോഗതിയിൽ സുൽത്താൻ സംതൃപ്തി പ്രകടിപ്പിക്കുകയും സർക്കാരും കൗൺസിലും തമ്മിലുള്ള സഹകരണം ശക്തമാണെന്നും വ്യക്തമാക്കി. വയലാർ രാമവർമ്മയുടെ കവിതകളെ ആസ്പദമാക്കി സംഘടിപ്പിച്ച വയലാർ സ്മൃതി കാവ്യസന്ധ്യ സുഹാർ പാം ഗാർഡൻ ക്ലാസിക് വില്ല ഹാളിൽ സമാപിച്ചു. കവിതാലാപന മത്സരവും സാംസ്കാരിക സമ്മേളനവും ഉൾപ്പെട്ട പരിപാടിയിൽ സാഹിത്യപ്രേമികളുടെ വലിയ പങ്കാളിത്തമുണ്ടായി. ചടങ്ങിലെ മുഖ്യാതിഥിയായ വയലാർ ശരത് ചന്ദ്രവർമ്മയ്ക്ക് സോഹാർ ലിറ്റററി ഫോറത്തിന്റെ പ്രഥമ സുവർണ തൂലിക അവാർഡും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. വയലാർ ഗാനാലാപനവും കവിതകളെ ആധാരമാക്കിയ നൃത്തശില്പവും പരിപാടിയുടെ മുഖ്യ ആകർഷണങ്ങളായി. യുഎഇയിൽ സ്കൂൾ കെട്ടിടത്തിന് മുന്നിൽ അപകടകരമായ വാഹന സ്റ്റണ്ട് നടത്തിയ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉയർന്ന ശബ്ദം സൃഷ്ടിച്ചും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായ രീതിയിൽ വാഹനം ഓടിച്ചതിനുമാണ് നടപടി. സംഭവത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഒമാനിലെയും ഗൾഫ് മേഖലയിലെയും ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.